ഇപ്പം സത്യത്തിൻ്റെ പിറകെയല്ല ആളുകൾ പോകുന്നത്, അധർമ്മത്തിൻ്റെ പിറകെയാണ്. കൊല്ലം ജില്ലയിലെ മടത്തറയിലുള്ള ലതികാമയാണിത്. ക്ഷേത്രങ്ങൾ സന്ദർശിച്ച് അവിടെ എത്തുന്ന ഭക്തർക്ക് ഭാഗവതത്തിലൂടെ ആശ്വാസം പകരുകയാണ് ലതികാമ കാലങ്ങളായി ചെയ്യുന്നത്. തന്റെ മുന്നിലെത്തുന്നവരുടെ ജീവിത സാഹചര്യങ്ങൾ ഭാഗവതം മറിച്ചു നോക്കി ലതികാമ പറഞ്ഞുതരും. ഇതുമാത്രമല്ല, കാലങ്ങളായി നിരവധി ക്ഷേത്രങ്ങളിൽ ലതികാമ ഭാഗവത പാരായണവും നടത്തുന്നുണ്ട്. രോഗിയായ ലതികാമയുടെ ഉപജീവന മാർഗം ഇതാണ്. എൻ്റെ പേര് ലതിക. ഞാൻ മടത്തറയിൽ നിന്നാണ് ഇവിടെ വരുന്നത്. എൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഭാഗവത പാരായണമാണ് എൻ്റെ ജോലി. എനിക്കുള്ള അറിവ് മറ്റുള്ളവർക്ക് ഈ ഭാഗവതത്തിലൂടെ പകർന്നു കൊടുത്ത് നന്മയിലേക്ക് നയിക്കുക ഒരു ലക്ഷ്യമുണ്ട്. അത് സാധിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. ഞാൻ കലാകാര പെൻഷൻ പറ്റി ദേവസ്വം ബോർഡിൽ പുരാണ പാരായണ കലാസംഘടന വഴി പാരായണം നടക്കുന്ന ശബരിമലയിലും എനിക്ക് പാരായണമുള്ള ആളാണ്. ഞാൻ ഇതെൻ്റെ ഒരു അനുഗ്രഹമാണ്, എൻ്റെ ഒരു ഉപാസന ആയതുകൊണ്ട് ഞാൻ വന്നു. എൻ്റെ അടുത്ത് വരുന്ന ജനങ്ങളെല്ലാം സങ്കടത്തോടെ വരുന്നവരെല്ലാം സന്തോഷത്തോടെ പോകുന്ന ഒരു അനുഭവം എനിക്കുണ്ട്. അത് തുടർന്നും അതുണ്ടാവണമെന്നുള്ളൊരാഗ്രഹം മഹാദേവൻ്റെ മുന്നിലിരുന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു, പറയുന്നു. കൊട്ടാരക്കര ഗണപതി ക്ഷേത്രത്തിൻ്റെ കവാടത്തിലിരുന്നാണ് ഞാനിപ്പോൾ നോക്കുന്നത്. എൻ്റെ അടുത്ത് വരുന്ന ഭക്തജനങ്ങൾക്ക് വേണ്ടി ഭാഗവതം തുറന്നു തരുന്നു. ഞാനത് വായിച്ചവർക്ക് വേണ്ടുന്ന കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു. അതിൽ സംതൃപ്തരായ ആൾക്കാർ പോകുന്നുണ്ട്. ഇനി ഭാഗവതത്തിൻ്റെ കാര്യം എന്ന് പറയുമ്പോൾ ഭാഗവതത്തിന് വായിക്കാൻ മാത്രമാണ് എനിക്ക് പ്രത്യേകിച്ച് പറയാനുള്ളത്. അതിലുള്ള എല്ലാ ഭാഗങ്ങളും അതിൻ്റേതായ രുചിയോടുകൂടിയും ആത്മാർത്ഥതയോടെയും ഭക്തിപരമായാണ് ഞാൻ വായിക്കുന്നത്. അതേ എനിക്ക് പറയാൻ അറിയാവുള്ളൂ. ഇതെനിക്ക് ഒരു ദർശനം കിട്ടിയ ഒരു സംഭവമാണ്, എൻ്റെ ഉപാസനയാണിത്. വേറെ തൊഴിലും ചെയ്ത് ജീവിക്കാനുള്ള ആരോഗ്യവതിയല്ല. പല പല രോഗങ്ങൾക്ക് അടിമയാണ്. പക്ഷേ ഇതിൻ്റെ മുന്നിൽ ഞാൻ ശക്തി സ്വരൂപിണിയാണ്. അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. വരുന്ന ആൾക്കാർ തുറന്ന് കാണുന്ന ഭാഗത്ത് ഞാൻ നോക്കുമ്പോൾ എനിക്ക് കിട്ടുന്ന അനുഗ്രഹം ഞാനത് അവർക്ക് പറഞ്ഞ് അവരെ ദുഃഖത്തെ കരിച്ച് കളഞ്ഞ് അവർക്ക് സന്തോഷമായൊരു അനുഭവം ഉണ്ടാക്കി കൊടുക്കുന്നൊരു അനുഭവത്തിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിനുവേണ്ടി എൻ്റെ അടുത്ത് വരുന്നവർക്ക് അത് ഇനിയും മേലിൽ അങ്ങനെ തന്നെ ചെയ്യണം എന്നാണ് എൻ്റെ ആഗ്രഹവും. അതിനുവേണ്ടി മഹാദേവൻ്റെ അനുഗ്രഹം ഉണ്ടാവണം. എല്ലാ ദിവസവും ഇനിയിപ്പോൾ വൃശ്ചിക മാസം പിറക്കുമ്പോൾ എനിക്ക് ശബരിമലയിൽ 3 ദിവസത്തെ വായനയ്ക്ക് പോകണം. പിന്നെ ക്ഷേത്രങ്ങളിലെല്ലാം പാരായണം വിളിച്ചിട്ടുണ്ട്. അല്ലാത്ത ദിവസങ്ങളിൽ ഇവിടെ വന്നിരിക്കാനുള്ള അനുവാദം ഉണ്ടാവണം, അനുഗ്രഹം ഉണ്ടാവണം. ഉള്ള അനുഭവം എന്ന് പറഞ്ഞാൽ എല്ലാവരും ഭക്തിപരമാണ് എന്നവർ ചിന്തിക്കുന്നെങ്കിലും അവരുടെ ഭക്തി അധികമായി പോയതിൻ്റെ പുറത്ത് കലിയുഗത്തിൻ്റെ അവസാനം ഭഗവാൻ നല്ലതിനു വേണ്ടി പ്രവർത്തിക്കുമ്പോൾ അധർമ്മത്തിലേക്ക് പോകുന്ന കാലഘട്ടം. ആ അധർമ്മത്തിൽ പോവാതെ എല്ലാവരും സത്യധർമ്മത്തിലേക്ക് പോകാനുള്ള ആ ഒരു വഴിയാണ് ഈ ഭാഗവതത്തിലൂടെ ഞാൻ നൽകിക്കൊണ്ടിരിക്കുന്നത്. സത്യം ശിവം സുന്ദരം, അതിൻ്റെ അർത്ഥം അറിഞ്ഞിടാതെ മാനവരാശി നെട്ടോട്ടം ഓടുന്ന കാലഘട്ടം. ആ കാലഘട്ടത്തിൽ നിന്ന് മാനവരാശിയെ യുഗങ്ങൾ 4 കടന്നു വന്ന കലിയുഗം അവസാനിക്കാറായെന്നും ആ കലിയുഗത്തിന് മുമ്പ് മാനവരാശിക്ക് സത്യം എന്താണെന്ന് മനസ്സിലാക്കി കൊടുക്കണമെന്നൊരു ലക്ഷ്യം എനിക്കുണ്ട്. ഈശ്വരൻ പ്രകൃതിയിൽ ഭഗവാൻ എല്ലാവർക്കും വേണ്ടിയിട്ട് ഉദിച്ചിട്ടുണ്ട്. അത് ഭക്തി നിർഭരമായ ആളുകൾ ക്ഷേത്രത്തിൽ പോകുന്നു, ഭഗവാനെ തൊഴുന്നല്ലാതെ എങ്ങനെയാണ് ഏത് വേണമെന്ന് പകുതി പേർക്കും അറിഞ്ഞുകൂടാ. അതെല്ലാവർക്കും ഒന്ന് മനസ്സിലാവാൻ ഭഗവാനെ അറിയുക. ഭാഗവതത്തിൻ്റെ അർത്ഥം ഭഗവാനെ അറിയുക. ആ ഭഗവാന്റെ ഭാഗവതത്തിലൂടെ എന്നാൽ കഴിയുന്ന രീതിയിൽ സപ്പോർട്ട് ചെയ്യുകയാണ് എൻ്റെ ലക്ഷ്യം. ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതെൻ്റെ ഒരു ഉപാസനയും എൻ്റെ ജീവിത മാർഗവുമാണ്. എനിക്ക് മറ്റാരും സഹായമില്ല. അതുകൊണ്ട് ഈശ്വര സഹായം മാത്രമേ ആഗ്രഹമുള്ളൂ. പൊതുസമൂഹത്തിന് കൊടുക്കാനുള്ള ഉപദേശം എന്ന് പറഞ്ഞാൽ എല്ലാവരും സത്യത്തെ മാത്രം വിശ്വസിക്കുക. ഇപ്പോൾ സത്യത്തിൻ്റെ പിറകെയല്ല ആളുകൾ പോകുന്നത്, അധർമ്മത്തിൻ്റെ പിറകെയാണ്. ആ സത്യം തിരിച്ചറിയാനുള്ള മനസ്സും ശക്തിയും ഭഗവാൻ കൊടുക്കും. അതെല്ലാവരും അംഗീകരിക്കണമെന്ന് അപേക്ഷ മാത്രമേ ഉള്ളൂ. ക്രിയ ചെയ്തതെങ്ങൊക്കെ ക്ഷമിപ്പതിനാവതല്ലായികയാൽ തൽവ്രത ശക്തിയെല്ലാം ചെയ്യിപ്പിനെന്നാൽ എൽത്താരിലേറിന കോപേന സത്വരം തജ്ജടയൊന്നു പിടിച്ചു പറിച്ചെറിഞ്ഞു ജലിച്ചങ്ങതിങ്കെന്നൊരു കൃത്യയും വട്ടം തിരഞ്ഞുഴന്ന അഗ്നികീലാസമം പെട്ടെന്നു പൂവനെ നോക്കിയെടുക്കുമ്പോൾ
വിഷ്ണുചക്രത്തെ സ്മരിച്ചവനീശ്വരൻ കൃഷ്ണകൃഷ്ണേതി ജപിച്ചളവജ്ഞസാമധ്യേ ലലാടദേശത്തിങ്കൽ നിന്നുടനത്യരം വിഷ്ണുചക്രം പുറപ്പെട്ടത കൃത്യതൻ കണ്ഠം മുറിച്ചു കളഞ്ഞതി വിദ്രുതം മാമുനിയോടടുക്കും വിധവും.